ഹായ് ഗൈസ്, നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ എക്കണോമിയെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയേണ്ടത് ലോകത്തൊരു 3 ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. അതിൽ ആദ്യത്തെ ഒന്നാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മുടെ അമേരിക്ക, കൂടുതലും പ്രൈവറ്റ് പാർട്ടീസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. രണ്ടാമതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് നമ്മുടെ റഷ്യ പോലുള്ള രാജ്യങ്ങൾ. അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗവൺമെൻറ് സെക്ടേഴ്സിനാണ്, ഗവൺമെൻറ് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂന്നാമതാണ് നമ്മുടെ മിക്സഡ് എക്കണോമി, രണ്ടാക്കും ഒരേപോലെ ഈക്വാലിറ്റി ഉള്ളത്. അതാണ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ആദ്യം നമ്മൾ കാണുന്ന ഒരാളാണ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്, മറ്റൊന്നാണ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും രണ്ടാണെങ്കിലും പ്രധാനമായിട്ടും ഓൺഡ്, മാനേജ്ഡ്, കൺട്രോൾഡ് ബൈ പബ്ലിക് സെക്ടറിലാണെങ്കിൽ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഇൻഡിവിജ്വലുമാണ്. ഇവരൊക്കെയാണ് അവരുടെ എക്സാമ്പിൾസ്. പബ്ലിക് സെക്ടറിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് ഈ മൂന്നെണ്ണം. പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് ഇത്രയും ആളുകൾ. സോ താങ്ക് യു.